താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും, നമ്മുടെ ടെക്നിക്കൽ ടീംസും, നമ്മളെ എല്ലാ ആർട്ടിസ്റ്റും, എല്ലാവരോടും, ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നെക്സ്റ്റിലേക്ക് കടക്കാം. താങ്ക് യു. എക്കോയുടെ സന്തോഷം. നിങ്ങൾ കുറച്ചു പേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എത്രയും കഴിവതും വേഗം ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുപ്പുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ കൂടുതൽ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ റീച്ച് ആവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ ഒരു വർഷം മൊത്തം ഈ സിനിമയുടെ പിന്നാലെ ആയിരുന്നു. ഈ സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാം എക്സ്ട്രീംസ് ആയിരുന്നു, വെല്ലുവിളികളും ഒക്കെ. അപ്പോൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലും അതിന് കാലാവസ്ഥ, ലൊക്കേഷൻ, നമ്മുടെ ഡേറ്റ്, പിന്നെ നമ്മുടെ ചില കൺസ്ട്രെയിൻസ്, സർട്ടൻ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഇതിന് പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെയും ആർട്ടിസ്റ്റുകളിലേക്ക് അകമഴിഞ്ഞ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് കാരണമാണ് നമുക്കത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഓട്ടമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്തിച്ച് അവരുടെ നല്ല അഭിപ്രായങ്ങളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വി ഫീൽ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. നമസ്കാരം. ബാഹുല് പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസിലാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഇന്നലെ ഇന്നായിട്ട് കണ്ടവരൊക്കെ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അതെല്ലാം ഒറിജിനലി എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതൊരു ആഡ് ഓൺ ആയിട്ടാണ്. അപ്പോൾ അതൊരു ഉറപ്പായിട്ടും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന്. ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ബ്രില്യൻ്റായ ഫിലിം മേക്കേഴ്സ് ദിൻജിത്ത് ആൻഡ് ബാഹുൽ, അവരുടെ കൂടെ അവരുടെ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ. ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി, പിന്നെ ദിൻജിത്തും ബാഹുലിൻ്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു എ ക്യാരക്ടർ. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിക്ഷൻ, ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ, അത് ഒരു സീനിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവിക്ഷൻ്റെയും ഗുണമാണ്. അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻറ്റ് ലൈൻ ഓഫ് ആക്ടേഴ്സ്. അവരുടെ പെർഫോമൻസ് പടം കാണുമ്പം നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൽ ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്. അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ. അവരുടെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി. പിന്നെ ഡബിങ്, ഇത് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ക്രാഫ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതുല്യരായ ടെക്നീഷ്യൻസ്, അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അത് എക്സ്പീരിയൻസ് ചെയ്തത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും. സോ അതേ എക്സൈറ്റ്മെൻറ്റ്, പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആൻഡ് ആ എക്സൈറ്റ്മെൻ്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി. അതിന് ഇവർക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ,
എവ്രി ടെക്നീഷ്യൻ, നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആർട്ട് അസിസ്റ്റൻസ്, ഇപ്പം ബാഹുലും രഞ്ജിത്തും ഈ യുനോ വെദർ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പം. പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ്. എസ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ്, അതുപോലെ ബിനു, സന്ദീപും രഞ്ജിത്തൊക്കെ ഉള്ള ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ്. പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മളെ അത്രയും സേഫായിട്ടാണ് ക്രൂ. സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ. ബിക്കോസ് ഓഫ് കോഴ്സ് പ്രേക്ഷകർ അത് എൻജോയ് ചെയ്ത് ആ അവരുടെ സന്തോഷം നമ്മളിൽ പങ്കുവെക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ ഒരു എന്താണ് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണം പോലെയുള്ള ആ ഒരു യുനോ ദാറ്റ് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക്, അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ്. ഒരു കരിയറിൽ തന്നെ നമുക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പഠിക്കാൻ സാധിച്ചു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണറിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഡെഫിനറ്റ്ലി എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അതുപോലെ പ്രേക്ഷകരോട് എനിക്ക് മറ്റൊരു അഭ്യർത്ഥന ഉള്ളത്, ഇറ്റ്സ് എ വെരി ഇൻറ്റൻസ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഫിലിം. സോ ഒരു അറ്റ്ലീസ്റ്റ് 2 times പോയി കണ്ടാലാണ് നമുക്കതങ്ങനെ ഉൾക്കൊണ്ട് നമുക്ക് ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു. അങ്ങനെ ഒരു മാജിക് കൂടെ ഇവർ ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ട് ജസ്റ്റ് ദ ഫസ്റ്റ് ടൈം. സോ അത് ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞ് ഇന്ന് വീണ്ടും കഴിയുമ്പോഴാണ് ദാറ്റ് അതിൻ്റെ പല പല എലിമെൻസും ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു എന്നുള്ളത് ഞാൻ മനസ്സിലായി. അത് ഞാൻ എൻജോയ് ചെയ്തു. സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ I think at least 2 to 3 times you should see the film to enjoy it to the complete. അതാണ് ഇവരുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഭംഗി. ബിക്കോസ് ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഒരു റിവീൽഡ് ആവാത്ത ചില പല പല ലേയേഴ്സും ആ ക്യാരക്ടേഴ്സിലൂടെ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സോ ഒരിക്കൽ കൂടി ബാഹുലിനും രഞ്ജിത്തിനും ബിഗ് താങ്ക്സ് ആൻഡ് കുഡോസ് ടു ദ ഹോൾ ബ്യൂട്ടിഫുൾ ടീം. നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം, ഹൂസ് ബീൻ ദ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വെരി വെരി ലെവൽ ഹെഡഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് ഹിസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാഫി ചെമ്മാട്. സോ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളുമാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി. നന്ദി, നമസ്കാരം. ഞങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരികയാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിൻജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത് സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ ചെറിയ ന്യൂവാൻസസ് എന്ന് പറയും, അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിന് സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക. എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല.
സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ വൺ ഓഫ് ദ പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ടസ് ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പറയേണ്ടതൊക്കെ രണ്ടാളും മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒരുപാട് സമയമെടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ലൈക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ലൈക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, ലൈക്ക് സന്ദീപിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിലൊരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചെന്നറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജീബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളതിനെ കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ് ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്തു തന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത് അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, സന്ദീപ്. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന്, ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം. എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ബാഹുലേട്ടൻ, നിജിതേട്ടൻ, കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്കും വന്നു തുടങ്ങി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ്. വിനീതേട്ടൻ എല്ലാവരും. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സന്ദീപ് തന്നെയാണോ പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണോ അതോ വേറെ ആരുടെയും ചോദിക്കാറ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഒരാളെ എന്താ പറയുക ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞുള്ള രീതി വയ്ക്കാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിൻ്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ ബ്രോന് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആകത്തില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. എങ്കിൽ നമ്മളെ ആ ക്യാരക്ടറിലെ ആളുകൾ വിളിക്കുക, അത് ഉണ്ടാകുമ്പോൾ കരിയറിൽ ഏറ്റവും നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങൾ ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെൻറ്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സിനിമകളുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക്, ഇപ്പോൾ ഞാനിപ്പോൾ സേഫാണ് അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രങ്ങൾ മതി, ഇതേപോലത്തെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇതിലെ ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വെർത്താണ് എന്ന് തോന്നിയൊരു മൊമെൻ്റ് ആണെന്നോ?
ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവർ. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരുണ്ട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ ഒരു രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാഹുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കോൺസെപ്റ്റാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മളപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്നൊരു ജോണർ എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്നൊരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി, ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ. അപ്പോൾ അതാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് ഹുക്ക് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഇതെല്ലാം വന്നപ്പോൾ തന്നെ ബാക്കി ചാലഞ്ചിങ് പാർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്കത് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ബാക്ക് തോട്ട്സും വേറെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ സെറ്റാകുമോ? കാര്യം എൻ്റെ ഈ കൊച്ചി സ്ലാങ്ങും ഞാൻ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ബിഹേവിയർ ഓറിയൻറ്റഡ് സിനിമയാണ്. നമുക്ക് അപ്പം ഇഷ്ടമുള്ള കൗണ്ടറുകൾ പറയാം, ട്വീക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം. പക്ഷെ ബാഹുലേട്ടൻ കുത്തും കോമയും മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു ഇടത്ത് ഇപ്പുറത്തിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ വേണ്ടാണ്, ഇത് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ആ ഒരു ഫ്ലോ ആ ഡയലോഗിനുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറി തുടങ്ങി. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കൊക്കെ വന്ന് കിട്ടിയത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. അത്ര നല്ലൊരു അനുഭവമല്ല. ഞാൻ ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ, നമ്മൾ കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെയായി താനേ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരിതുമില്ല. അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ട് പോകുമ്പോൾ ഇക്കടെ അടുത്ത് പറയും, അത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്, ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അറിയാം ഇത് പണി പാളിയും, അപ്പം ചാടിക്കോന്ന് പറയും ചാടാം. ഇതാണ് കാരണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മുടെ ഒരു ധൈര്യമാണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബാക്കിലത്തെ ഈ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അത് നമ്മുടെ അസിസ്റ്റൻറ്റ് ക്യാമറമാൻമാർ, അത് ക്യാമറ അസിസ്റ്റൻ്റ് അദ്ദേഹം അസോസിയേറ്റ് അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല അല്ലേ, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം, അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വളവാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, ഇപ്പം എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താമെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അത് നമുക്ക് അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ
രണ്ടും കുഴപ്പമായിരുന്നു. അതിൻ്റെ അതൊരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ എനിക്കൊരു സംശയം പോലെ ഇത് ഈ വേണ്ട പടം കാണാത്തവർ അല്ല വേണ്ട. ബാഹുല് പക്ഷെ അറിഞ്ഞില്ല, അത് നിർത്തിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ? ശേ, ഇത് റിയാലിറ്റിക്ക് വേണ്ടി റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ? അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അത് ശരിയാ, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നിലേ. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു അത്.